ഓം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം കുഞ്ഞു മനസ്സുകൾ മലിനപ്പെടരുത്. അനാശ്വാസമായ വാക്കുകൾ, പ്രവൃത്തികൾ, ബഹളങ്ങൾ, അമംഗളകരമായ കാര്യങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് മുന്നിൽ നടത്തരുത്. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിലെ പ്രിയരെ, നഗരത്തിലെ ഒരു പ്രധാന സ്കൂളിൽ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് ഒരു ചീത്തവാക്ക് പറഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അമ്മേ എന്ന്. കുട്ടിയുടെ ചെറിയ വായിൽ നിന്നും പുറപ്പെട്ടത് മലയാളത്തിലെ വളരെ മോശപ്പെട്ട ഒരു അശ്ലീല പദമായിരുന്നു. കുട്ടി ഇങ്ങനെയൊന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടേണ്ടതില്ല. ആ വാക്ക് ചീത്തയാണെന്നും അത് പറയുന്നത് ചീത്ത കുട്ടികളാണെന്നും മേലിൽ അത് പറയരുതെന്നും സ്നേഹത്തോടെ പറഞ്ഞുകൊടുത്താൽ ഏത് കുട്ടിയും അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. മറിച്ച് ദേഷ്യപ്പെട്ടാൽ അത് കുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അവരുടെ മനസ്സ് ശുദ്ധജലം പോലെയാണ്. അതിനോട് അഴുക്ക് ചേർന്നാൽ തെളിച്ചെടുക്കുവാൻ ക്ഷമയോടെയുള്ള പരിശ്രമവും കാത്തിരിപ്പും വേണം. പല പ്രായങ്ങളിലും ചിന്തകളിലും മാനസികാവസ്ഥകളിലുമുള്ള അംഗങ്ങളാണ് ഒരു വീട്ടിൽ ഒന്നിച്ചു താമസിക്കുന്നത്. അതിനാൽ എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിലുള്ള സഭ്യമായ വാക്കുകളെ വീട്ടിൽ ഉപയോഗിക്കാവൂ. കുഞ്ഞുങ്ങൾ കേൾക്കെ അസഭ്യവാക്കുകൾ പറയുകയോ കലഹങ്ങൾ നടത്തുകയോ അവൻ കാണാൻ പാടില്ലാത്ത വിധത്തിൽ മുതിർന്നവർ പെരുമാറുകയോ ഒക്കെ ചെയ്താൽ കുട്ടികളുടെ മനസ്സിൽ അത് വേഗം പതിയും. അവരുടെ മനസ്സിന്റെ സുഗന്ധം നഷ്ടപ്പെടുവാൻ അത്രയും മതി. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മലിനമാക്കുന്ന ഒന്നിനും വീട്ടിൽ പരസ്യമായ സ്ഥാനമുണ്ടാകരുത്. എന്തെന്നാൽ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാലയമായിരിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ തന്നെയാണ്. ഏറ്റവും തെളിച്ചവും ശുദ്ധിയും വേണ്ടെടുത്ത് അതില്ലാതായാൽ കുട്ടികൾ നേർവഴിവിട്ട് സഞ്ചരിക്കുവാനിടവരും. അത് നമ്മുടെ ശാന്തിയെയും സ്വസ്ഥതയെയും ഇല്ലാതാക്കാവുന്നതാണ്. സ്നേഹപൂർവം, രഞ്ജൻ, കായനാട്.